10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ഞങ്ങളുടെ പാലം കരമുട്ടിയിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ പണി നടക്കുന്നത്. 2016 തുടങ്ങിയ പാലത്തിന്റെ പണി 2026 കര തൊട്ടത്. കരയിലുണ്ടായിരുന്ന പിയർ ക്യാപ്പിന്റെയും പണികൾ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയുള്ളത് ഗർഡറിന്റെ മുകളിലൂടെയുള്ള ഡെക്സ് ലാബിന്റെ പണികളാണ്. അതിന് ഏകദേശം 3 കൂടിയേ തീരാനുള്ളൂ. അതുപോലെ പാലത്തിന്റെ മുകളിൽ ഇപ്പോൾ കൈവരിയുടെ പണി നടക്കുന്നുണ്ട്. അതുപോലെ താഴെ ഗർഡറിന് പെയിന്റ് അടിക്കുന്ന പണികളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പണികളൊക്കെ നല്ല വേഗത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇലക്ഷന് മുമ്പ് പണി തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പാലം വരുന്നതോടുകൂടി ചേർത്തല, തുറവൂർ, കൊച്ചി, ആലപ്പുഴയൊക്കെ പോകാൻ ഏറ്റവും ഈസിയസ്റ്റ് വേ ഇത് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എക്സ്പ്രസ് വേയുടെ പണി കൂടി കഴിഞ്ഞാൽ തുറവൂരിലെത്തിയാൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ പോകാൻ സാധിക്കും. തുറവൂർ പമ്പ ഹൈവേയുടെ ഭാഗമാണ് നമ്മുടെ ഈ പാലം. ഏകദേശം 90 കോടി രൂപയോളം മുതൽ മുടക്കിയാണ് പാലം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കുന്നത്. പാലത്തിന്റെ പണി പൂർത്തിയായാലും യാത്ര സുഗമമാകണമെങ്കിൽ റോഡ് പണി കൂടി കഴിയണം. നിലവിലെ റോഡിന്റെ അവസ്ഥ നല്ല മോശമാണ്. ഈ റോഡിലൂടെ ഇപ്പോൾ ബൈക്ക് പോലും മര്യാദ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. പാലം പണി കഴിഞ്ഞാലും റോഡിന്റെ വീതി കൂട്ടാതെ ഇവിടെ കൂടിയുള്ള യാത്ര അത്ര നന്നായിരിക്കില്ല. പ്രത്യേകിച്ച് ടിപ്പർ, ബസ്, ലോറി പോലെയുള്ള വലിയ വണ്ടികൾക്ക്. തോടിന്റെ സൈഡിൽ കൂടി കല്ല് കെട്ടി കുറേയധികം കലുങ്കുകൾ പൊളിച്ചുമെടുത്ത് സ്ഥലം ഏറ്റെടുത്തിട്ട് വേണം റോഡ് പണിയാൻ. റോഡില്ലാതെ പാലം മാത്രം പണിതുകൊണ്ട് കാര്യമില്ല. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം ഏറ്റെടുത്ത് അടിപൊളിയായിട്ട് റോഡ് പണിയാൻ സാധിക്കട്ടെ. അതോ ഇനി പാലം കിടന്ന പോലെ റോഡും കിടക്കോ എന്തോ. ഏതായാലും കണ്ടറിയാം. എന്തൊക്കെയായാലും മുടങ്ങിക്കിടന്ന പാലം പണി വീണ്ടും പഴയതിലും വേഗത്തിൽ ഏറ്റെടുത്ത് ഇത്രയും എത്തിച്ച നമ്മുടെ സർക്കാരിനും PWD ഡിപ്പാർട്ട്മെന്റിനും ഈ സമയം നന്ദി പറയുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.